നമ്മൾ വളരെ കൃത്യമായിട്ട് വായിക്കുന്ന ഒരു പുരോഹിതനും ലേവിയും ഒക്കെ യാത്ര ചെയ്യും. തീർച്ചയായിട്ടും ആ പുരോഹിതൻ ദേവാലയത്തിലേക്കാണ് പോകുന്നത്. ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നത്. പക്ഷെ അയാൾക്ക് ദേവാലയത്തിൽ പോകേണ്ടത് കൊണ്ടായിരിക്കാം ആ മുറിവേറ്റ മനുഷ്യനെ കണ്ടെങ്കിലും അയാൾ ഒന്ന് നോക്കിയില്ല. ആ മനുഷ്യന്റെ ദൈന്യത മനസ്സിലായില്ല. ആ മുറിവിന്റെ ആഴം കണ്ടില്ല, ആ ഒറ്റപ്പെടൽ കണ്ടില്ല. കാരണം അയാൾക്ക് ദേവാലയത്തിലേക്ക് പോകാനുണ്ടായിരുന്നു. അയാൾ വഴിമാറി ദേവാലയത്തിലേക്ക് പോയി. ലേവ്യനും അതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം ഒരു സമരിയാക്കാരൻ അതുവഴി വരുന്നതാണ് കഥയുടെ ക്ലൈമാക്സ്. അയാൾ അവിടെ നിന്നു. നമ്മൾ ഓർക്കണം, സമരിയാക്കാരനും അയാൾക്കും എവിടെയോ പോകാനുണ്ട്. അല്ലാതെ വഴിയരികിൽ ആരെങ്കിലും മുറിവേറ്റ് കിടപ്പുണ്ടോ എന്ന് നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളല്ല അയാൾ. പക്ഷെ അയാൾ പോകാനുള്ള കാര്യം അയാൾ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. അയാൾ ആ മനുഷ്യനെ കണ്ടു എന്ന് മാത്രമല്ല, വളരെ ഉദ്ദേശത്തോടെ വ്യക്തിപരമായ ആ മനുഷ്യനെ നോക്കി. ആ ദൈന്യതയും ഒറ്റപ്പെടലും വേദനയും കണ്ടു. ആ മുറിവിന്റെ ആഴം കണ്ടു. കണ്ടിട്ട് ആ മനുഷ്യനെ പിന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ്. അയാളെ ആശുപത്രിയിൽ ഏൽപ്പിച്ചതും കൂട്ടിരുന്നതും അന്തിയായപ്പോൾ ബില്ലടച്ചതും ഇനിയും തികയാതെ വന്നാൽ നാളെ വരുമ്പോൾ ബാക്കി കൂടെ തരാമെന്ന് പറയുന്നതും, അങ്ങനെ ഈ മനുഷ്യൻ സുഖം പ്രാപിക്കുവോളം ഈ മനുഷ്യന്റെ ഒപ്പം സഞ്ചരിക്കുന്നതുമാണ് ആ സമരിയാക്കാരന്റെ കഥ. അതൊരു വലിയ സ്നേഹത്തിന്റെ കഥയാണ് അല്ലേ? നാളെ ഈ രോഗി എല്ലാം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവർ പറയും, കൊണ്ടുവന്ന ആളെ കുറിച്ച്. അയാൾ നിങ്ങളുടെ ആരാണ്? അപ്പനാണ്, സുഹൃത്താണ്. അപ്പൊ ഈ മുറിവേറ്റ ആള് പറയും, എനിക്ക് അപ്പനില്ല, സുഹൃത്തില്ല. പിന്നെ അയാൾ ആരാണ്? നിങ്ങൾക്കുള്ള ബില്ലടച്ചില്ല, ഇന്നും വരുമെന്ന് പറയും. അയാളെ കാത്തിരിക്കാൻ ആ സുഖപ്പെട്ട ആള് നോക്കി നോക്കിയിരിക്കും. എന്റെ ജീവിതത്തിൽ എനിക്ക് ആരോ ഉണ്ട് എന്ന പ്രതീക്ഷയും. അങ്ങനെ അയാൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. ഇനി ഈ കഥയുടെ ക്ലൈമാക്സ് മറ്റൊന്നാണ്. അതായത് ദേവാലയത്തിൽ എത്തിയിട്ടും പുരോഹിതൻ ദൈവത്തിലെത്തിയില്ല. ആശുപത്രിയിലാണ് സമരിയാക്കാരൻ പോയത്. പക്ഷേ അയാൾ ക്രിസ്തുവിന്റെ മനസ്സിൽ ഇടം കണ്ടെത്തി. അപ്പൊ ഈ കഥയ്ക്ക് രണ്ടു തരത്തിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്നത് കൺമുമ്പിൽ വീണ് കിടക്കുന്ന നക്ഷത്രങ്ങളിലൂടെയാണ്. കൺമുമ്പിൽ പൊലിഞ്ഞു വീണ നക്ഷത്രങ്ങളിലൂടെയാണ്, മുറിവേറ്റ ചില നക്ഷത്രങ്ങളിലൂടെ. അവരിലൂടെ നോക്കാതെ, അവരിലൂടെ അല്ലാതെ നമുക്ക് സഞ്ചരിച്ച് ദൈവത്തിന്റെ മനസ്സിലെത്താൻ പറ്റില്ല. നമുക്ക് ദേവാലയത്തിലെത്താൻ പറ്റിയേക്കും, അതുപോലെ ഈ ഭൂമിയിലെ പലയിടങ്ങളിലും എത്താൻ പറ്റിയേക്കും. പക്ഷെ ദേവാലയത്തിൽ എത്തിയത് കൊണ്ട് ദൈവത്തിൽ എത്തിയെന്ന് നിർബന്ധം ഉണ്ടാകണമെന്നില്ല. അതിന് നിർബന്ധം നിങ്ങൾ മുറിവേറ്റ മനുഷ്യരുടെ മനസ്സിലൂടെ സഞ്ചരിക്കുക, അവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു ഭൂമിയിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്നൊന്നും അല്ലത്. കാരണം പിന്നെയും അത് തന്നെ ബൈബിളിൽ ആവർത്തിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് പോകാൻ വന്നവരോട് അന്ത്യവിധിയിൽ യേശു പറയുന്നത് തന്നെയല്ലേ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്നെ എപ്പോഴാണ് വിശക്കുന്നവനും ദാഹിക്കുന്നവനും നഗ്നനുമായി കാരാഗ്രഹവാസിയായി രോഗിയുമായിട്ടൊക്കെ ഞങ്ങൾ കണ്ടത്? ഈശോ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ആ ചെറിയ ഓരോരുത്തരിലൂടെയും നിങ്ങൾ എത്തിയത് എന്നിലേക്ക് തന്നെ. അപ്പൊ നിർണായകമായിട്ട് ദൈവത്തിലേക്കുള്ള വഴി മുറിവേറ്റ നക്ഷത്രങ്ങളാണ്. സക്കേവൂസ് മരക്കൊമ്പിലിരിക്കുമ്പോ ഈശോ സക്കേവൂസിനെ വിളിച്ചിറക്കി. എന്നിട്ട് സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിന്നോടൊപ്പം വസിക്കട്ടെ. അതൊരു രാത്രിയിലേക്കുള്ളൊരു വാസമായിട്ട് മാത്രം കരുതിയാൽ മതിയല്ലോ. അല്ലാതെ കൃത്യമായും ദൈവത്തിൽ ജീവിക്കുന്നതിന് ആ പെട്ടെന്നുണ്ടായ ഒരു ദർശനം പോരാ. അത്
അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം സക്കേവൂസ് തന്റെ വീട്ടിനുള്ളിൽ ക്രിസ്തുവിനെ കൺമുമ്പിൽ കിട്ടിയിട്ടും അതിൽ മതിമറന്ന് നിൽക്കുന്നില്ല. മറിച്ച് അയാൾ വീടിന്റെ ജനലുകൾ പുറത്തേക്ക് തുറന്നിട്ടു. എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അയാൾ ക്രിസ്തു ദർശനം അയാൾക്ക് നൽകിയത് പാവപ്പെട്ടവരിലേക്ക് മിഴി തുറക്കാനുള്ള കാഴ്ചയാണ്. അതാണ് വീടിന്റെ ജാലകം തുറന്നിട്ടെന്ന് പറഞ്ഞാൽ. അപ്പുറത്തുള്ള മനുഷ്യരെ ഒന്നും അയാൾ കണ്ടിട്ടുണ്ടാകണമെന്നില്ല. അയാൾ അയാളുടെ ജീവിതത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ജാലകങ്ങൾ തുറന്നു, പാവപ്പെട്ടവരെ കണ്ടു, സ്വന്തം ജീവിതത്തിന്റെ കുറവുകൾ കണ്ടു. ക്രിസ്തു ദർശനങ്ങളുടെ അർത്ഥം നമ്മൾ ക്രിസ്തുവിലാണെന്നല്ല, അതൊരു നക്ഷത്രമാണ്, ക്രിസ്തുവിലേക്കുള്ള സഞ്ചാരത്തിന്റെ. ആ ദർശനങ്ങളിലൂടെ യഥാർത്ഥ ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ ഈ ഭൂമിയിലൂടെ തന്നെ നടക്കണം. ഈ ഭൂമിയിലെ പാവപ്പെട്ട മനുഷ്യരിലൂടെ തന്നെ നടക്കണം.